ഹലോ എവരി വൺ, എല്ലാവർക്കും പാത്തോയ്സ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പെഗാസസ് സ്പൈവെയർ, ഉൾഫ, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, തീസ്ത റിവർ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഷാൻ സ്റ്റേറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ, സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് ആഡ്വ. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ഓരോ ന്യൂസിലേക്ക് പോവാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് പെഗാസസ് സ്പൈവെയർ. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹിന്ദുവിൻ്റെ അകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്നു. പെഗാസസ് സ്പൈവെയർ ഫൗണ്ട് ഓൺ ജേർണലിസ്റ്റ് ഫോൺസ് ആഫ്റ്റർ ആപ്പിൾ അലേർട്ട് സെയ്സ് ആംനസ്റ്റി. അപ്പം നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടൊക്കെ ആപ്പിൾ ഇൻ്റർനാഷണൽ അവരുടെ ഡിവൈസസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി വാർണിംഗ് കൊടുത്തതും അതിനു മുമ്പ് തന്നെ നമ്മുടെ പാർലമെൻറ്റിലുള്ള ഒപ്പോസിഷൻ എം പിസിൻ്റെയൊക്കെ അവരുടെ ഗവൺമെൻറ് സർവൈലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ സ്പൈവെയർ, പെഗാസസ് സ്പൈവെയർ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു അലിഗേഷനും കാര്യങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വയർ നിങ്ങൾ ഒരുപക്ഷെ ഫോളോ ചെയ്യുന്ന ഒരു ന്യൂസ് പോർട്ടലായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ സ്ഥാപകൻ എഡിറ്റർ ആയിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ ഒക്കെ ഫോണിൽ ഈ പറഞ്ഞ പോലെ ആപ്പിൾ ഫോണിൽ iOS ഡിവൈസസിൽ തന്നെ പെഗാസസ് സ്പൈവെയർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതാണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് സ്പൈവെയർ എന്താണ്, റാംസംവെയർ എന്താണ്, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഫിഷിംഗ് എന്താണ്, വെയിലിംഗ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക്കലി സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈവെയർ ഈസ് എനി മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു എൻ്റർ യുവർ കമ്പ്യൂട്ടർ ഡിവൈസ്, ഗ്യാദർ യുവർ ഡേറ്റ ആൻഡ് ഫോർവേഡ് ഇറ്റ് ടു എ തേർഡ് പാർട്ടി വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ ഡേറ്റ വേറൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ അറിവില്ലാതെ തന്നെ അത് ഫോർവേഡ് ചെയ്യുന്ന പരിപാടി, ആ സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ. അത് നമ്മുടെ എന്ത് ഡിജിറ്റൽ ഡിവൈസസിലാകാം. ഇപ്പോൾ iOS ഡിവൈസസിലാകാം, ആൻഡ്രോയിഡ് ഡിവൈസസിലാകാം, നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസസിലാകാം, വിൻഡോസ് എനേബിൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഡിവൈസസിലാകാം, ടാബ്ലറ്റ്സിലാകാം, എന്തിൽ വേണേലും ആകാം. അപ്പോൾ അതാണ് സ്പൈവെയർ. ഇനി പെഗാസസ് എന്ന് പറയുന്നത് നൊട്ടോറിയസ് ആയിട്ടുള്ള ന്യൂസിൽ വന്നു. ഒരു ഇസ്രായേലി ഫേം NSO ഗ്രൂപ്പ് അവരാണ് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അവരത് ഗവൺമെൻറ്റ്സിനെ സെല്ല് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് അത് വാങ്ങി എന്നൊക്കെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് പറയുന്നത് അലിഗേഷൻസ്. എനിവേ, പെഗാസസ് ഈസ് എ സ്പൈവെയർ ഡെവലപ്ഡ് ബൈ ഇസ്രായേലി ഫേം NSO ഗ്രൂപ്പ് ടു ഇൻഫിൽട്രേറ്റ് സ്മാർട്ട് ഫോൺസ്, ആൻഡ്രോയിഡ് ആൻഡ് iOS ആൻഡ് ടേൺ ദം ഇൻ ടു സർവൈലൻസ് ഡിവൈസസ്. അപ്പോൾ ഒപ്പോസിഷൻ ലീഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളുടെയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സംഭാഷണങ്ങളും നീക്കങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ പെഗാസസ് എന്ന് പറയുന്ന സ്പൈവെയർ ലോകത്തെമ്പാടും വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് നൊട്ടോറിയസ് ആയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ടു ക്രാക്ക് ക്രിമിനൽസ് ആൻഡ് ടെററിസ്റ്റ് ഫോർ ടാർഗറ്റഡ് സ്പൈയിങ് ആൻഡ് നോട്ട് മാസ് സർവൈലൻസ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപിത ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മണി ലോണ്ടറിങ്, ടെററിസം, കൗണ്ടർ ടെററിസം, അങ്ങനത്തെ ടാർഗറ്റഡ് സ്പൈയിങ്ങിന് വേണ്ടി, അതായത് ഈ പറഞ്ഞ പോലെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, മണി ലോണ്ടറിങ്, ക്രിമിനൽ ഫിനാൻസിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർവൈലൻസിൻ്റെ കീഴിൽ കൊണ്ടുവരിക, സ്റ്റേറ്റിൻ്റെ സർവൈലൻസിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ സ്ഥാപിത ഉദ്ദേശമെന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും, മാസ് സർവൈലൻസിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിലും അത് പലപ്പോഴും നൊട്ടോറിയസ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഒക്കെ പലപ്പോഴും അവർ എടുത്തു പറയുന്നതാണ്, ഇതൊരു പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് ഇത് ഉപയോഗിക്കുന്നു, ഗവൺമെൻറ്റ്സ് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ എനിവേ, NSO ഗ്രൂപ്പ് ഹാസ് അഫേം ദാറ്റ് ഇറ്റ് സെൽസ് ദ സോഫ്റ്റ്വെയർ ഓൺലി ടു ഗവൺമെൻറ്റ്സ്. നിങ്ങൾക്കറിയാം, ഇത് അവർ പറയുന്നത് ഈ പെഗാസസ് ഡെവലപ്പ് ചെയ്ത് ഇസ്രായേലി ഫേം പറയുന്നത് അത് ഗവൺമെൻറ്റ്സിന് മാത്രമേ കൊടുക്കുന്നുള്ളതാണ്. പക്ഷേ അവർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ അല്ലാതെ കോർപ്പറേറ്റ്സിൻ്റെ കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാലും ടെറർ ഓർഗനൈസേഷൻ, ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സിൻ്റെ കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ ഇത് പ്രശ്നമാണ്. അപ്പോൾ എന്താണ് സ്പൈവെയർ, എന്താണ് പെഗാസസ് സ്പൈവെയർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്? അപ്പോൾ ഇത് iOS ഡിവൈസസിലാണെന്നുണ്ടെങ്കിൽ ഇത് സേഫ് ഒന്നുമല്ല. എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഗ്ലിച്ച്, ഇറർ വന്നു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിന് ആ ഡിവൈസിൽ കയറാൻ പറ്റും. അപ്പോൾ റീസെൻ്റ്ലി ആപ്പിൾ പല യൂസേഴ്സിനും, ഇൻക്ലൂഡിങ് നമ്മുടെ പാർലമെൻറ്റിലെ MPസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒപ്പോസിഷൻ MPസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിനോടനുബന്ധിച്ച് നോക്കുക. അപ്പം വാട്ട് പെഗാസസ് സ്പൈവെയർ ക്യാൻ ഡു.
അപ്പോൾ ഇത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. ഇത് SMS വഴിയോ വാട്സപ്പ് വഴിയോ iMessage വഴിയോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ഡിവൈസസിലേക്ക് എത്താം. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലാതെ ആപ്പൊന്നും APK വഴിയൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഈ പർട്ടിക്കുലർ സ്പൈവെയറിന് നമ്മുടെ ഡിവൈസിൽ വരാം. ആൻഡ് ഇറ്റ് ക്യാൻ ഹാർവെസ്റ്റ് SMS, ഇമെയിൽ, ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, കോൺടാക്ട്സ്, റെക്കോർഡ് കോൾസ്, വാട്സപ്പ് ചാറ്റ്സ്, കലണ്ടർ, ആക്ടിവേറ്റ് മൈക്രോഫോൺ, ആക്ടിവേറ്റ് ക്യാമറ, GPS ഡാറ്റ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ നീക്കങ്ങളും സ്റ്റേറ്റിനോ അത് ഉപയോഗിക്കുന്ന ആൾക്കോ, പെഗാസസ് ഉപയോഗിക്കുന്ന മീൻസ് അത് കയ്യിലിരിക്കുന്ന ആൾക്കോ മോണിറ്റർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ നിങ്ങൾ റൈറ്റ് ടു പ്രൈവസി ഒക്കെ അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും റീസെൻ്റ്ലി ഒക്കെ ന്യൂസിൽ വന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സ്റ്റഡിയല്ല, ഇപ്പോൾ ഈ ന്യൂസ് വന്നിരിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണ് ഈ പർട്ടിക്കുലർ ജേർണലിസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്താണെന്നുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ്. Amnesty International is a London-based non-governmental organization founded in 1961. The organization aims to create a world where every person enjoys all of the human rights enshrined in the Universal Declaration of Human Rights and other international human rights standards. ജസ്റ്റ് എന്താണ് അംനസ്റ്റി ഇൻ്റർനാഷണൽ എന്നൊന്ന് ഓർക്കുക. ഒരു മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ ലോഗോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലണ്ടൻ ബേസ്ഡ് ആണ്. അടുത്തത് ഉൽഫ. അത് നമ്മൾ പ്രോബബ്ലി ഇന്നോ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ ആയിട്ട് ഒരു പീസ് അക്കോർഡ് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് വന്നതാണ്. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഇത് നേരത്തെ തന്നെ കേട്ടിട്ട് കാണും. ഉൾഫ, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള പർട്ടിക്കുലർലി ആസാമിനെ ഒരു സോവറൻ സ്റ്റേറ്റ് ആക്കണമെന്ന് പറഞ്ഞ് വാദിച്ചിരുന്ന ഒരു മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ഉൾഫ എന്ന് പറഞ്ഞാൽ, ദ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഉൾഫ. ഇതാണ് ന്യൂസ് വന്നത്. ഉൾഫ ഫാക്ഷൻ ടു സൈൻ പീസ് ഫാക്ട് വിത്ത് സെൻറ്റർ ആൻഡ് ആസാം ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉൾഫ കംപ്ലീറ്റ് ആയിട്ടല്ല, അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും അതിനോട് ഈ പീസ് പാക്റ്റിനോട് വിയോജിച്ച് നിൽക്കുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഉൾഫയുടെ ഒരു ഹിസ്റ്ററി, ഇപ്പോൾ പീസ് അക്കോർഡ് എന്തുകൊണ്ട് വരുന്നു, അതിൻ്റെ ഔട്ട്കം എന്താണ്, നോർത്ത് ഈസ്റ്റിൽ പൊതുവെയുള്ള ഇൻസർജൻസികൾ, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് പീസ് ടോക്കുകൾ വരുന്നുണ്ട്. മിസോറാമിലാണെന്നുണ്ടെങ്കിലും മണിപ്പൂരിലാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ. അതുപോലെ തന്നെ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് എപ്പോഴും ഒരു ഹോട്ട് ബെഡ് ഓഫ് ഇൻസർജൻസിയാണ്. ആ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഉൾഫയുടെ കാര്യങ്ങൾ നോക്കണം. ദി യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം is a militant outfit operating in Assam. It seeks to establish an independent state of socialist Assam with an armed struggle. അപ്പോൾ 80s മുതൽ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. 90s ഇവർ ഒരു ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ 2 ഫാക്ഷൻ ഉണ്ട്. പരേഷ് ബറുവ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലും കൂടെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉൾഫ ഈ പീസ് ടോക്സിനെയൊക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഉൾഫയ്ക്കകത്ത് തന്നെ ഭയങ്കര ഇന്റേണൽ സ്ക്വാബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് അല്ലാതെ പ്രോടോക്സ് ഓക്കെ നമുക്ക് പീസ് ഡീല് സൈൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ പർട്ടിക്കുലർ ഗ്രൂപ്പാണ് സെൻട്രലും ആസാം ഗവൺമെൻറ്റും ഒക്കെ ആയിട്ടൊരു ട്രൈപാർട്ടൈറ്റ് ആയിട്ടുള്ള ഒരു പീസ് ഡീൽ സൈൻ ചെയ്യുന്നത്. ദ പ്രോടോക്സ് ഫാക്ഷൻ ഓഫ് ദ യുണൈറ്റഡ് ലിബറേറ്റഡ് ഫ്രണ്ട് ഓഫ് ആസാം ആൻഡ് ദ സെൻട്രൽ ആൻഡ് ആസാം ഗവൺമെന്റ്സ് വിൽ സൈൻ എ ട്രൈപാർട്ടൈറ്റ് പീസ് accord on Friday in the presence of Union Home Minister Amit Shah, Assam Chief Minister Himanta Biswa Sharma and other top leaders of the Protox faction of the Ulfa. അപ്പോൾ ഇവരൊരു മിലിറ്റന്റ് ആസാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസാമിൻ്റെ ചില ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും പീസ് ടോക്സിനൊന്നും തയ്യാറാകാതെ മിലിറ്റന്റ് സ്ട്രഗിൾ തന്നെ വേണമെന്ന് പറയുന്ന ഒരു ഫാക്ഷൻ ഉണ്ട്. പരേഷ് ബറുവയുടെയൊക്കെ അദ്ദേഹമായിരുന്നു അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലും കൂടെ ഒരാളായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഇന്റർണൽ സ്ക്വാബിൾസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഉൾഫ, എങ്ങനെയായിരുന്നു അവരുടെ ഒറിജിൻ ജനസിസ്, ഇപ്പോൾ എന്താണ് അവരുടെ അവിടുത്തെ പ്രസൻസ് എങ്ങനെയാണ് ആസാമിലുള്ള, മൊത്തത്തിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾസിനെയൊക്കെ ഒരു പൊതുവെ മീൻസ് ഒരു പീസ് ടോക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നാഗാലാൻഡിലാണെന്നുണ്ടെങ്കിലും മിസോറാമിലാണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഇതിനോടനുബന്ധിച്ച് തന്നെ വായിക്കണം.
The hardline faction of the ULFA led by Paresh Barua will not be a part of the agreement as he has been consistently rejecting the olive branch offered by the government. അപ്പോൾ ഇത് തന്നെ ഉൾഫയുടെ മൊത്തം ഉൾഫ അല്ല, ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു മിതവാദികളായിട്ടുള്ള ഇപ്പോഴും കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ആളുകൾ ഉണ്ട്, അവരുടെ ഒരു ഉൾഫ ഫാക്ഷൻ ഉണ്ട്, അവരിപ്പോഴും സെപ്പറേറ്റിസ്റ്റ് സ്റ്റേറ്റിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പേരും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. പരേഷ് ബറുവ ആ എക്സ്ട്രീമിസ്റ്റ് ഫാക്ഷനെ ലീഡ് ചെയ്യുന്ന ആളാണ്, അവരുടെ തന്നെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. അടുത്തത് ഇപ്പോൾ ഉൽഫ എന്താണെന്നുള്ളത് നോക്കുക. അടുത്തത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് FIU. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോബൽ സിനേറിയോയിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ഒക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, നമുക്കറിയാം ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഉണ്ട്, അവരാണ് ബഡ്ജറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, എക്കണോമിക് സർവേ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിലുള്ള ഒരു യൂണിറ്റാണ്, ഒരു ബ്രാഞ്ചാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ന്യൂസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIU സ്ലാബ്സ് ബിനാൻസ് ആൻഡ് അതർ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് വിത്ത് ഷോ കോസ് നോട്ടീസസ്. അതായത് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ള ചില ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഉണ്ട്. ബിനാൻസ് അത് മാത്രമല്ല ഉള്ളത്, നമുക്കാണെന്നുണ്ടെങ്കിൽ ക്രാക്കൻ ഉണ്ട്, കുക്കോയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഹോബി, അങ്ങനെ പല പല ക്രിപ്റ്റോ കറൻസീസുകളുണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തേതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ ക്രിപ്റ്റോ ഏജൻസീസിനാണെന്നുണ്ടെങ്കിൽ ഷോക്കോസ് നോട്ടീസ് FIU കൊടുത്തു. അതാണ് ഇതിൻ്റെ അടുത്ത് ന്യൂസ് വരാൻ. അപ്പോൾ എന്താണ് FIU? ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ is a central national agency responsible for receiving, processing, analyzing and disseminating information relating to suspect financial transactions to enforcement agencies and foreign FIUs. അങ്ങനത്തെ ഒരു ഫോറിൻ FIUസിൻ്റെ ഒക്കെ ഒരു കൺസോർഷ്യമാണ് FATF എന്ന് പറയുന്നത്. The FIU comes under the Finance Ministry's Department of Revenue. അപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, അതായത് ക്രിപ്റ്റോ കറൻസി സർവീസസ്, ബിറ്റ് കോയിൻ പോലെയോ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിനാൻസ് പോലെയോ അങ്ങനത്തെ കുക്കോയിൻ പോലെയോ ക്രേക്കൻ പോലെയോ ഒക്കെയുള്ള ക്രിപ്റ്റോ കറൻസി സർവീസസിനൊക്കെ ഇപ്പോൾ ആൻറ്റി മണി ലോണ്ടറിങ് ഓർ കൗണ്ടർ ഫിനാൻസിങ് ടെററിസം, അതായത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണും PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 വന്നതാണ്. അതിൻ്റെ കീഴിൽ ഇപ്പോൾ ഈ വിർച്വൽ ഡിജിറ്റൽ അസറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെ, അതായത് ക്രിപ്റ്റോ കറൻസി സർവീസസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരും സാധാരണ നമ്മുടെ ബാങ്കുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ചധികം ക്രിപ്റ്റോ കറൻസി ഫേംസിന് ഇത് കൊടുത്തിരിക്കുന്നത്, ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പഠിക്കുന്നതാണ്. നമ്മുടെ ഡിജിറ്റൽ കറൻസി എന്താണ്, അതും ക്രിപ്റ്റോ കറൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിനെ PMLA ആക്ടിൻ്റെ കീഴിൽ ഈ ക്രിപ്റ്റോ കറൻസി സർവീസസിനെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യണം. Under the reporting obligations, cryptocurrency firms are required to report suspicious activity like traditional banking institutions. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ബൾക്ക് ഫണ്ട് വരിക, ഒരു ഇൻ ക്രോർസിൽ എമൗണ്ട് വരുവാണ്. അപ്പോൾ അത് ബാങ്ക് അത് ഫ്ലാഗ് ചെയ്യും. ഫ്ലാഗ് ചെയ്ത ആ ആക്ടിവിറ്റി ED വഴി അത് കഴിഞ്ഞിട്ട് IBക്കോ അല്ലെന്നുണ്ടെങ്കിൽ FIUനോ ആ വർക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ബാങ്കുകൾ മാൻഡേറ്ററി ആയിട്ട് ഈ പറഞ്ഞ പോലെ സസ്പീഷ്യസ് ആക്ടിവിറ്റി, പെട്ടെന്ന് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ചെയ്ത് അതത് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ അറിയിക്കാറുണ്ട്. ഇപ്പോൾ ED ആണെന്നുണ്ടെങ്കിൽ EDയെ, അത് കഴിഞ്ഞിട്ട് അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ IBA NIA അങ്ങനെ പോവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തവണ ഈ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന കുറേ ക്രിപ്റ്റോ കറൻസി സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ബിനാൻസ്, കുക്കോയിൻ, ഹോബി, ക്രാക്കൻ എക്സെട്ര. അപ്പോൾ ഈ പേരുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ നമ്മൾ ബിറ്റ് കോയിൻ എന്നുള്ളത് മാത്രമല്ലാതെ ഇങ്ങനത്തെ കുറേ എണ്ണങ്ങൾ ഉണ്ട്, കുറേ ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് എന്നാന്നുള്ളത് പറഞ്ഞിരിക്കുക. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, വീണ്ടും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ബൈ ആനുവലി
6 മാസത്തിൽ ഒരിക്കൽ ഇറക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ട് ന്യൂസ് വന്നെന്ന് പറഞ്ഞാൽ പ്രൂഡന്റ് പോളിസി ആക്ഷൻ സ്റ്റിയറിംഗ് എക്കണോമി, RBIയുടെ പുതിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് FSR പ്രകാരം പ്രൂഡന്റ് പോളിസി ആക്ഷൻ സ്റ്റിയറിംഗ് എക്കണോമി, അതാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഈസ് റിലീസ്ഡ് ബൈ ദ RBI twice a year. As the name suggests, details of the state of financial stability in the country, and it is prepared after taking into account the contributions from all financial sector regulators. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ RBIയുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് മാത്രമല്ലാത്ത പബ്ലിക്കേഷൻസ്, RBI ഹാൻഡ് ബുക്ക് ഓൺ സ്റ്റേറ്റ്സ്, അങ്ങനത്തെ മറ്റേ ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അകത്തു നിന്നൊക്കെ ഡേറ്റ നോക്കുന്നതും അത് മെയിൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ്. കാരണം നമുക്ക് വളരെ ഒഫീഷ്യലായിട്ടുള്ള തന്നെ ഡേറ്റ ആണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൻ്റെ അകത്തുനിന്ന് സ്റ്റേറ്റ് ഓഫ് ദ എക്കണോമി അതിനെപ്പറ്റിയുള്ള ഒരു റിപ്പോർട്ടാണ് ബൈ ആനുവലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. As part of the FSR, the RBI also conducts a systemic risk survey wherein it asks experts and market participants to assess the financial system of 5 different types of risk: global, financial, macroeconomic, institutional, general. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൽ നമ്മളോട് പറയുന്നത് നമ്മുടെ ഒരു എക്കണോമിക് ആണെന്നുണ്ടെങ്കിൽ പ്രൂഡന്റ് പോളിസി ആക്ഷൻസ് കാരണം എക്കണോമിക് ഒരു ഗ്രോത്ത് ഉണ്ട് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇത് ആസ് പെർ ദ റിപ്പോർട്ട്, ഇന്ത്യാസ് എക്കണോമി ആൻഡ് ദ ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ സിസ്റ്റം റിമെയിൻസ് റിസൈലന്റ്. ഇപ്പം വലിയ തട്ടുകേടൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ FSR പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോവർ ലിവറേജ് ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു സൗണ്ട് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽസ്, ദ RBI സെഡ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ആരാണിത് പുറത്തുവിടുന്നത്, എപ്പോഴൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. റീഡിംഗ് ദ FSR, ഇനി അതിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും, റീഡിംഗ് ദ FSR ടെൽസ് us how robust or vulnerable our financial system, especially our banking, is to the changes in the economy. ഇപ്പം നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഹെൽത്ത്, ഇപ്പം നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒക്കെ കൂടുന്നുണ്ടോ, ബാഡ് ലോൺസ് കിട്ടാക്കടങ്ങളൊക്കെ കൂടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ അതിൻ്റെ എന്തുമാത്രം ക്രെഡിറ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ബാങ്ക്സിന്, ആ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പറയും. ആസ് എ കൊറോളറി, it also tells us whether and to what extent our banks and other lending institutions such as non-banking finance companies, NBFC എന്ന് പറയുന്ന, and housing finance companies be able to support future growth. For instance, if the FSR, Financial Stability Report, reveals that the percentage of NPAs, non-performing assets, bad loans, in the banking system is high, and also shows that the government fiscal deficit is so high, then it means that not only will the banks struggle to function effectively, but also if banks were to falter, then the government may find it tough to bail them out. അപ്പോൾ FSR റിപ്പോർട്ട് ബേസിക്കലി ബാങ്ക്സിൻ്റെ ഒക്കെ ഒരു ഹെൽത്തിനെയും കൂടെയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ പോലെ NPAs ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൻ്റെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ചേർത്ത് വായിക്കുക. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇമേജ് എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ChatGPT 4.0 തന്നെ ഉള്ള ഡാലി, ദ ഇന്ത്യൻ എക്സ്പ്രസ് ആസ്ക്ഡ് ChatGPT 4 to visualize the report. After reading through it, this is what it came up with after using DALI. അതായത് ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ വായിച്ച് നോക്കിയിട്ട് ChatGPTയോട് ഇതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ChatGPT ഡാലി എന്ന് പറയുന്ന അവരുടെ ആ ഇമേജിങ് AI വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇമേജാണിത്. അതുകൊണ്ട് ഇതങ്ങനെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട് AI പറ്റി, AIയുടെ ഫ്യൂച്ചർ എന്താണ്, 2024 AI കൊണ്ടുവരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ചലഞ്ചസ് എന്താണ്, എസ്പെഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 2024 പല ഡെമോക്രാറ്റിക് കൺട്രീസിലും, ഇന്ത്യ ഉൾപ്പെടെ പല ഡെമോക്രാറ്റിക് കൺട്രീസിലും ഇലക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ AI എങ്ങനെയെങ്കിലുമൊക്കെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അത് വായിച്ചിരിക്കണം. അതിൻ്റെ അകത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദ പേസ് അറ്റ് വിച്ച് AI ഈസ് ചേഞ്ചിങ് എ ലോട്ട് ഈസ് സെർട്ടൻലി സ്കേറി. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. ബിക്കോസ് ദിസ് ഈസ് സ്റ്റിൽ എ ടെക്നോളജി ദാറ്റ് വി ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ആൻഡ് നോട്ട് ഷുവർ വി ക്യാൻ ഫുള്ളി കൺട്രോൾ. ഇപ്പോഴും AIയുടെ ഗ്രോത്ത്, ആ ടെക്നോളജി നമുക്കിപ്പോഴും മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. അതായത് ദ മോർ ഇൻഫർമേഷൻ ഇറ്റ് ഗെറ്റ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയും as of now
ബിഗ് ഡാറ്റ അനാലിസ്റ്റിനാണെങ്കിലും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു ഡിബേറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ പോലെ പല സ്കൈഫൈ സിനിമകളുടെ ആണെന്നുണ്ടെങ്കിലും സ്കൈഫൈ ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ തന്നെ ഇങ്ങനെയായിരുന്നു. AI തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആവും എന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ പറഞ്ഞ പോലെ AI കൂടുതൽ ഡേറ്റ കിട്ടുന്തോറും അത് കൂടുതൽ സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം AI എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതൊരു ഓപ്പർച്യൂണിറ്റി ആകുമ്പം തന്നെ അത് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മുടെ ആ ആർട്ടിക്കിൾ പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് വായിച്ചിരിക്കുക. ഇൻ ദ കമ്മിങ് ഇയേഴ്സ് AI വിൽ പെർമിയേറ്റ് അവർ ലൈഫ്സ് ഈവൻ മോർ. ഇപ്പം തന്നെ നമുക്ക് അറിയാം, ഭയങ്കരമായിട്ടും നമ്മുടെ ഈ പറഞ്ഞതുപോലെ എല്ലാം സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത് എ ചലഞ്ച് ആൻഡ് എ റെസ്പോൺസിബിലിറ്റി. ഒരു 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 ഓപ്പർച്യൂണിറ്റിയാണ്, അതേസമയം ഒരു ചലഞ്ചാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ റെസ്പോൺസിബിൾ AI, ഇത് നമ്മുടെ നീതി ആയോഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടെക് ജയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും റെസ്പോൺസിബിൾ AIയുടെ ഭാഗമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഫെയർ ആയിരിക്കണം. ഫെയർനെസ്, റിലയബിലിറ്റി ആൻഡ് സേഫ്റ്റി, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ഇൻക്ലൂസീവ്നെസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനോട് ഇൻകൾക്കേറ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ AIയുടെ ആ പോസിറ്റീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഹാവോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പറ്റിയൊരു ആർട്ടിക്കിളാണ്. ഈ ഇമേജൊക്കെ ആർട്ടിക്കിളിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ്. ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്തുള്ള ഒരു ആർട്ടിക്കിളാണ്. ഒന്ന് വായിച്ചിരിക്കുക. അടുത്തത് ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ. അപ്പം അത് വളരെ ഇപ്പോഴും അവിടെയുള്ള ആ ഒരു അട്രോസിറ്റീസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. സീസ് ഫയറിന് വേണ്ടിയുള്ള പ്രഷേഴ്സൊക്കെ വളരെ കൂടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും സീസ് ഫയർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊരു യുദ്ധത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും പോലെ തന്നെ സിവിലിയൻ സ്ത്രീകളോ കുട്ടികളൊക്കെ അവിടെ ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിവേ, നമ്മൾ ഈ ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ ആൻഡ് പാകിസ്ഥാൻ, അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യ എപ്പോഴും പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി തന്നെയാണ്, വിത്ത് ദ 2 സ്റ്റേറ്റ്സ് കോ എക്സിസ്റ്റിംഗ് പീസ്ഫുള്ളി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോഴും ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഇന്ത്യ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. ഇന്ത്യ ഹാസ് ദ എബിലിറ്റി ആൻഡ് ലിവറേജ് ടു ടോക്ക് ടു ഇസ്രായേൽ പാലസ്തീൻ ബട്ട് ഷുഡിൻറ്റ് ഓവർസ്റ്റേറ്റ് ഇറ്റ്. അത് പഴയ ഒരു ഫോർമർ അംബാസഡർ ഓഫ് ഇന്ത്യ ടു ദ UAE ആൻഡ് ഈജിപ്റ്റ്, നവദീപ് സൂരി, ഓൺ ദ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്ട്, ദ പോസിബിലിറ്റി ഓഫ് എ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആൻഡ് ഇന്ത്യ സ്റ്റേറ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ. അപ്പോൾ നിങ്ങൾ ഇതെന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയുടെ ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻ അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ എക്സ്പെഷ്യലി ഡിഫൻസ് ഡീലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീപ്പൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഡിഫൻസ് ഡീലുകളുടെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും UN എപ്പോഴും ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, അത് അവരുടെ ഒരു സോവറിൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ PM ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹമാസിൻ്റെ ടെറർ അറ്റാക്കിനെ അപലപിക്കുമ്പോൾ പോലും ഇസ്രായേലിൻ്റെ തിരിച്ചടി ഒരിക്കലും ഹ്യൂമാനിറ്റേറിയൻ കോസുകളെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. റിലേഷൻസ് വിത്ത് ഇസ്രായേൽ as a national interest. India's relations with Israel have strengthened considerably in the recent years, encompassing various sectors like trade, technology, defense and counter-terrorism cooperation. അപ്പം ടെക്നോളജിയിലും ഡിഫൻസ് സെക്ടറിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇസ്രായേൽ കോപ്പറേഷൻ നല്ലപോലെ ഉണ്ട്. അതൊരു നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇന്ത്യ സപ്പോർട്ട് ഫോർ ഇസ്രായേൽ ഈസ് സീൻ ആസ് എ റെസ്പോൺസ് ടു ഇറ്റ്സ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്രോസ് ബോർഡർ ടെററിസം, ഓൾദോ ദ സിറ്റുവേഷൻസ് ഇൻ ഇസ്രായേൽ ആൻഡ് ഇന്ത്യ ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ബോർഡർ ടെററിസത്തിനുള്ള എതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പോകാമെന്ന് തന്നെയാണ് ഇന്ത്യ ഇസ്രായേൽ ഒക്കെ പറയുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് I2U2 ഫോർമേഷനെയൊക്കെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബേസിക്കലി അവരുടെ എല്ലാം ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് ഈ കൗണ്ടർ ടെററിസമാണ്, ക്രോസ് ബോർഡർ ടെററിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്.
പക്ഷേ ഇന്ത്യ പാലസ്തീൻ്റെ കോസിന് വേണ്ടി besides growing relations with Israel, India has reiterated its stand for Palestinian cause amid the ongoing tensions. $29.53 million have been contributed by India to the UN relief and works agencies for Palestinian refugees. India also sent nearly 6.5 tons of medical aid and 32 tons of disaster relief material for the people of Palestine. ഇന്ത്യ അന്നും ഇന്നും എപ്പോഴും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ് ഇതിനുള്ളൊരു പോംവഴി എന്ന് തന്നെയാണ് പറയുന്നത്. ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള വാർ അട്രോസിറ്റീസ് ആണെന്നുണ്ടെങ്കിലും സിവിലിയൻസിനെതിരെയുള്ള വാർ അട്രോസിറ്റീസ് ഇന്ത്യ അതിനെ എപ്പോഴും അപലപിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ നമ്മുടെ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ ജെറുസലേമിനെ ക്യാപിറ്റലാക്കിയപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്തതാണ് UN. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. India balancing its stance. In 2017, the Indian Prime Minister for the first time visited Israel, and in 2018 he made an official visit to Palestine for the first time. ആദ്യത്തെ ഒഫീഷ്യൽ വിസിറ്റ് ആണ്. നെഹ്റു ഗാസയിൽ പോയിട്ടുണ്ടായിരുന്നു 1960s സംതിങ്ങിൽ. എനിവേ അപ്പോൾ രണ്ടിടത്തും ഇസ്രായേലിലും പാലസ്തീനിലും ഒഫീഷ്യലായിട്ട് പോയിരിക്കുന്ന ഫസ്റ്റ് PM ഇപ്പോഴത്തെ നമ്മുടെ PM നരേന്ദ്രമോദിയാണ്. In 2017, India voted against the US and Israel for an attempt to declare unilaterally all of Jerusalem as the Israeli capital. ടെൽ അവീവാണ് ഇപ്പോഴത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ക്യാപിറ്റൽ. പക്ഷേ US ഡൊണാൾഡ് ട്രംപിൻ്റെ സമയത്ത് ജെറൂസലേം, അതുപോലെ തന്നെ അവിടെ US എംബസിയൊക്കെ തുറക്കുകയൊക്കെ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ബാക്കി എല്ലാ രാജ്യങ്ങളുടെ എംബസി ഇപ്പോഴും ടെൽ അവീവിൽ തന്നെയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സ്റ്റാൻഡ് എടുത്തു. കാരണം നമുക്കറിയാം ജെറൂസലേം ആ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ UN കാര്യങ്ങളും ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. ഇവിടെ വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എനിവേ, India's policy is clear. They condemn terrorism but do not support indiscriminate reprisal bombings. അപ്പോൾ ഇന്ത്യ ഏത് തരത്തിലുള്ള ടെറർ അറ്റാക്സിന്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനോ ടെറർ അറ്റാക്സിനോ എതിരാണ്. അതേസമയം തന്നെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ബോംബിങ്സ്, ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിങ്സിനും സിവിലിയൻസിനെതിരെയുള്ള അറ്റാക്സിനെയൊന്നും ഇന്ത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുമില്ല. India's official position on the Israel-Palestine conflict remains unchanged, advocating for a two-state solution with Israel and Palestine as good neighbors. അപ്പോൾ അന്നും ഇന്നും ഇന്ത്യയുടെ സ്റ്റാൻസ് എന്ന് പറയുന്നത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. It was only after the mediation of the US in the 1991 Madrid Peace Conference a two-state solution was agreed to resolve the Israeli-Palestinian conflict. This is evidenced by the Indian Prime Minister's visit to Ramallah in the West Bank in 2018. അപ്പോൾ നമ്മുടെ പാലസ്തീൻ്റെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ സ്ഥിരം ന്യൂസിലുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരു ചെറിയ ഗാസ സ്ട്രിപ്പുണ്ട്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഗാസ സ്ട്രിപ്പാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മിലിറ്റൻറ്റ് ഗ്രൂപ്പായിട്ടുള്ള ഹമാസിൻ്റെ കൺട്രോളാണുള്ളത്. വെസ്റ്റ് ബാങ്കിലൊരു ഇലക്റ്റഡ് ഗവൺമെൻറ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക. അടുത്തത് ടീസ്ത റിവർ. എന്തുകൊണ്ടാണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൽ ഗോജ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഓവർ ചൈനീസ് പ്രപ്പോസൽ ഓൺ ടീസ്ത, ബംഗ്ലാദേശ് ഫോറിൻ മിനിസ്ട്രി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടീസ്ത റിവറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് വളരെ കാലങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിനെയും ആ ചർച്ചകളിലൊക്കെ പങ്കെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ചർച്ചകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ആ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിപ്പോഴും തീരുമാനത്തിലായിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന ടീസ്ത റിവറിൽ ഒരു ഡാം ഉണ്ടാക്കാനുള്ള പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ചൈനയുടെ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഒരു ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി. ഇപ്പോൾ ബംഗ്ലാദേശ് ആണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചൈന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈനീസ് പ്രപ്പോസൽ ടു ബിൽഡ് എ റിസർവോയർ ഓൺ ദ ടീസ്ത റിവർ ദാറ്റ് എൻറ്റേഴ്സ് ദ കൺട്രി ഫ്രം ഇന്ത്യ. ഇപ്പോൾ ടീസ്ത റിവറിൻ്റെ ട്രാജക്ടറി ഒക്കെ നിങ്ങൾ ഇന്ത്യൻ ഡ്രെയിനേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതാണ്. എവിടുന്ന് തുടങ്ങി ഇന്ത്യയിൽ കൂടെ ഒഴുകി ബംഗ്ലാദേശിൽ ചെന്ന് അവിടുന്ന് നമ്മുടെ ബ്രഹ്മപുത്രമായിട്ട് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൈന ടീസ്ത റിവറിൽ ഒരു ഡാം ബിൽഡ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തു.
അപ്പോൾ ആ കാര്യങ്ങളിൽ ബംഗ്ലാദേശിൻ്റെ ഒരു സ്റ്റാൻസ് ഇങ്ങനെ ന്യൂസിൽ വന്നു. അതാണ് അതിൻ്റെ അകത്ത് ഓർക്കേണ്ടത്. ഇപ്പോൾ ഈ ടീസ്റ്റാർ റിവറിൻ്റെ അകത്തും അത് ചൈന ഈ പറഞ്ഞ പോലെ ഒരു പ്രൊപ്പോസ്ഡ് ഡാമൊക്കെ വരുന്നതിൻ്റെ അകത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൽഗുരി കോറിഡോറാണ്, ചിക്കൻ നെക്ക് കോറിഡോർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തു കൂടിയാണ് നമുക്കറിയാം ടീസ്റ്റാർ റിവർ ഒഴുകുന്നത്. നിങ്ങൾ ഇപ്പുറത്തെ ഇമേജിൽ കണ്ടതാണ് ടീസ്റ്റാർ റിവർ ഒഴുകുന്നത് തന്നെ. അപ്പോൾ ഈ സിൽഗുരി കോറിഡോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്നത് നാരോ സ്ട്രെച്ച് ഓഫ് ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റ് ബംഗാൾ ദാറ്റ് കണക്ട്സ് ഇന്ത്യസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ടു ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. അറ്റ് ദ നാരോസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് 17 കിലോമീറ്റർ വൈഡ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നാരോ പോയിന്റിൽ ആകെ 17 കിലോമീറ്ററേ ഉള്ളൂ. എൻ്റയർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ഇന്ത്യൻ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ കോറിഡോറിന് ഈ പറഞ്ഞ പോലെ അറ്റ് ദ നാരോസ്റ്റ് അതിൽ 17 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെ പോകുന്ന ടീസ്റ്റാർ റിവറിൽ ചൈനീസ് ഫണ്ടഡായിട്ട് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ഒരു ഡാമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുമുണ്ട്. എസ്പെഷ്യലി ചൈന ഇന്ത്യ ടെൻഷൻസിൻ്റെ ഒക്കെ ഇടയിൽ നമുക്കറിയാം നമ്മുടെ അക്സായ് അവിടെ മാത്രമല്ല, ഇപ്പുറത്തെ ഈസ്റ്റേൺ സൈഡിലാണെന്നുണ്ടെങ്കിലും അരുണാചലിൻ്റെ ഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ചൈന ഇന്ത്യ ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊന്നും ഒക്കെ ഓർത്തിരിക്കുക. അപ്പം സിൽഗുരി കോറിഡോറിനെ പറ്റി ഓർത്തിരിക്കുക. ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്നത് ആ ഒരു 17 കിലോമീറ്റർ സ്ട്രെച്ച് ഓഫ് ലാൻഡാണ് എൻ്റയർ ഇന്ത്യൻ മെയിൻലാൻഡിനെ, എൻ്റയർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ് വഴി ആ ഒരു 17 കിലോമീറ്റർ ബ്ലോക്ക് ആക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും തമ്മിലുള്ള ലാൻഡ് വഴിയുള്ള കണക്ഷൻ തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ടീസ്റ്റാർ റിവർ ഡിസ്പ്യൂട്ട് ഒരു കാര്യമാണ്, ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഡാമൊക്കെ വരിക, അതും ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനൊരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം കൂടെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് സ്പീഷ്യസ് ന്യൂസായിട്ട് ആഡ്വാർക്ക് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ്, അതിൻ്റെ തന്നെ ഒരു ഇമേജാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മാമലാണ്, ആഫ്രിക്കയിൽ കാണുന്ന, ആഫ്രിക്കയുടെ സദേൺ റീജിയൻസിലൊക്കെ കാണുന്ന ഒരു മാമലാണത്. നമ്മുടെ ആൻറ്റീറ്ററിനെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മാമലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ബറോയിങ് നൊക്ടേണൽ മാമലാണ് ഇത്. ആ കാര്യങ്ങൾ സസ്തിനിയാണ്, നൊക്ടേണലാണ്, കൂടുതലും രാത്രി കാലങ്ങളിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ബറോയിങ് ഇങ്ങനെ ഡെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന, ബറോസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. അത് ഫീഡ്സ് ഓൺ ടെർമൈറ്റ്സ് ആണ് അവരുടെ പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. നേറ്റീവ് ടു ആഫ്രിക്ക ആണ്. IUCN ഇപ്പോഴും അത് IUCNൻ്റെ റെഡ് ബുക്കിൽ ഇപ്പോഴും ലീസ്റ്റ് കൺസേൺ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ന്യൂസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ടു എർത്തിൻ്റെ അകത്തൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഇവരെ പറ്റി. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ എവല്യൂഷണറി ബയോളജി ഒക്കെ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്, അവിടെ മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ പല സ്പീഷീസിൻ്റെയും ആ എക്കോസിസ്റ്റം മൊത്തത്തിൻ്റെയും ഗ്രോത്തിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ക്ലൈമറ്റ് ചേഞ്ച്, പ്രത്യേകിച്ച് ഡ്രൗട്ട്, നമുക്കറിയാം ഹോൺ ഓഫ് ആഫ്രിക്ക ആ റീജിയൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊളോങ്ഡ് ഡ്രൗട്ട്സ് ആണ്. അപ്പം സബ് സഹാറൻ ആഫ്രിക്കയിലൊക്കെ. അപ്പോൾ അത് ഇവരുടെ എക്സിസ്റ്റൻസിനെ ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലീസ്റ്റ് കൺസേണിലാണെങ്കിൽ പോലും അവരുടെ ഒരു സർവൈവലിനെയും അതുപോലെ തന്നെ പ്രചരണത്തെയൊക്കെ അതാണെന്നുണ്ടെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഡൗൺ ടു എർത്തിൽ. അപ്പോൾ എന്താണ് ആഡ്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാമലാണ്, ആഫ്രിക്കയിൽ നേറ്റീവായിട്ട് കാണുന്നതാണ്, നൊക്ടേണലാണ്, ടെർമൈറ്റ്സ് ആണ് പ്രൈമറി അവരുടെ ഫുഡ്. അതിൻ്റെ IUCN സ്റ്റാറ്റസ് as of now ലീസ്റ്റ് കൺസേൺ ആണ്. അപ്പം ഈ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. വാർമിംഗ് ക്ലൈമറ്റ് ഈസ് നെഗറ്റീവ്ലി ഇമ്പാക്ടിങ് ദ ചാൻസസ് ഓഫ് ലോങ് ടേം സർവൈവൽ ഓഫ് aardvarks in sub-Saharan Africa. The burrowing nocturnal mammals are affected by incredibly dry landscapes which isolates them and leave them vulnerable to rapid climate warming. A study from Oregon State University found. അപ്പോൾ എന്താണ് ആഡ്വാക്ക്? ഒരു നൊക്ടേണൽ ബറോയിങ് മാമലാണ്. as of now IUCN സ്റ്റാറ്റസ് ലീസ്റ്റ് കൺസേൺ ആണ്. ആ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അടുത്തത് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഷാൻ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യാൻമാർ ചൈന ബോർഡറിലായിട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ്, ഒരു സ്റ്റേറ്റ് ആണ് ഷാൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ ചൈന ആ സിറ്റിസൺസ് ടു ലീവ് ഡിസ്ട്രിക്ട് ഓൺ മ്യാൻമാർ ബോർഡർ. ബീജിംഗ് ഹാഡ് റീസെൻ്റ്ലി ട്രൈഡ് മീഡിയേറ്റിംഗ് സീസ്ഫയർ ബിറ്റ്വീൻ ദ ജുണ്ട ആൻഡ് എത്നിക് ആംഡ് ഗ്രൂപ്പ്സ് ബട്ട് ക്ലാഷസ് ഹാവ് കണ്ടിന്യൂഡ്. അപ്പോൾ ചൈന മ്യാൻമാർ ബോർഡറിലുള്ള
ഒരു റീജിയനിലാണ്. നിങ്ങൾക്കറിയാം 2021 ശേഷം മ്യാൻമാർ നടന്ന മിലിറ്ററി ജുണ്ട, അതിൻ്റെ കാര്യങ്ങളും ആങ് സാൻ സൂയി എലക്റ്റഡ് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ മിലിറ്ററിയാണ് കൺട്രോൾ വന്നതും അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മിലിറ്ററിക്കെതിരെ തന്നെ അവിടെ പല പല പ്രോ ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പുകൾ തന്നെ മിലിറ്റൻ്റ് ആയിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മ്യാൻമാറിലുള്ള ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ പല പല എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എത്നിക് ഗ്രൂപ്പുകൾ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഷാൻ എന്ന് പറയുന്ന പ്രോവിൻസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ എത്നിക് ക്ലാഷസ് ഭയങ്കരമായിട്ട് കൂടി. ചില ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിലിറ്ററിയിൽ നിന്ന് ഈ എത്നിക് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് മിലിറ്ററിയിൽ നിന്ന് കൺട്രോൾ പിടിച്ചെടുക്കുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൈന അവരുടെ സിറ്റിസൺസിനോട് ആ റീജിയൻസ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, ചൈനയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അതാണ് കാര്യം. ഈ ബോർഡർ ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്, ഇല്ലീഗൽ ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മ്യാൻമാറിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇത് ചൈന മ്യാൻമാർ ബോർഡറിലുള്ള ഒരു പ്രൊവിൻസാണ്, ഒരു റീജിയനാണ് ഈ പറഞ്ഞ പോലെ ഷാൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ മ്യാൻമാറും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഇവിടെയാണ് ഇപ്പോൾ പർട്ടിക്കുലർലി ഷാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ, മ്യാൻമാറും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് മ്യാൻമാറുമായിട്ട്? അരുണാചൽ പ്രദേശ് ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, നമ്മുടെ മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അവിടെയാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസർജൻസീസും കാര്യങ്ങളും ബോർഡർ ക്രോസിങ്ങും ഇല്ലീഗൽ ട്രേഡും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ വായിക്കുക. നമുക്കറിയാം മ്യാൻമാർ സ്കൂപ്പ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത് എക്സ്പ്ലെയിൻഡ് 2021 അവിടുത്തെ 2020 ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മിലിറ്ററി അതിനെ അംഗീകരിക്കാതെ മിലിറ്ററി അവിടെ ടേക്ക് ഓവർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ബർമ അല്ലെങ്കിൽ മ്യാൻമാറിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു കലുഷിതമായിട്ടുള്ള ഹിസ്റ്ററി തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എത്നിക് കോൺഫ്ലിക്റ്റുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മ്യാൻമാർ സ്കൂപ്സ് ആൻഡ് ഇറ്റ് ആഫ്റ്റർമാത്ത് എക്സ്പ്ലെയിൻ ദ മിലിറ്ററി സീസ്ഡ് പവർ ഇൻ February 2021. 2 വർഷം കഴിഞ്ഞു. നൗ പ്രോ ഡെമോക്രസി ഫോഴ്സസ് ആർ വേജിങ് വാട്ട് ദേ കോൾ എ റെവല്യൂഷണറി വാർ അഗെയിൻസ്റ്റ് ദ ജുന്ത. മ്യാൻമാർസ് ട്രബിൾഡ് ഹിസ്റ്ററി, കൂപ്സ്, മിലിറ്ററി റോൾ ആൻഡ് എത്നിക് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആങ് സാൻ സൂയിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നോബൽ ലോറേറ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടെ മിലിറ്ററി ആണ് നമ്മുടെ കൺട്രോള് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ ഭയങ്കര അധികം ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. എനിവേ, സോ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അവെയർ ആയിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.